വെണ്ടയൊക്കെ ഇഷ്ടംപോലെ പിടിക്കുന്നുണ്ട്. കണ്ടമാനം വെണ്ട പിടിക്കുന്നുണ്ട്. നമ്മൾ ഈ കൊണ്ട നുള്ളി കൊടുത്ത വെണ്ടയാണ് ഒരു മൂടിലൊക്കെ ഇങ്ങനെ നുള്ളി കൊടുത്താണ്. അത് ഡബിളായിട്ട് കയറി വരികയാണ്. എന്തോരം വെണ്ടയ്ക്കെന്നറിയാം. ഇങ്ങനെ ഇത് തന്നെ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ അത് 6 അടി പൊക്കത്തിന് മുകളിൽ വെണ്ട ഇങ്ങനെ കയറി പോരാണ്. ഇഷ്ടംപോലെ വെണ്ടയ്ക്കുണ്ട്, ഇഷ്ടംപോലെ. ഇതുപോലെ ഒരു 5 മൂട് വെച്ചാൽ മതി ഒരു വീട്ടിൽ. അതിൽ കൂടുതൽ ആവശ്യമില്ല. ഇതുണ്ട്, ഇതൊക്കെ മൂട് ഇങ്ങനെ നമ്മൾ നുള്ളി കൊടുത്താണ് 2ആയിട്ട് കയറി വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ മഴയും ഭയങ്കര കാറ്റ്. അതാണ്ട ഇതെല്ലാം ചരിഞ്ഞ് കിടക്കുന്നുണ്ട്, എല്ലാം ചരിഞ്ഞ് പോയി. ഇത് കുത്ത് കൊടുത്ത് ഇങ്ങനെ കെട്ടി നിർത്തിയാലും കാറ്റ് ഒരു ഭയങ്കര കാറ്റാണ്. കണ്ടോ, ഇതിലൊക്കെ നിൽക്കുന്ന വെണ്ടയ്ക്കാണ്. ഇതെല്ലാം ഞാൻ എല്ലാം ചരിഞ്ഞ് പോയി. എന്നും ഇത് കെട്ടല്ല ജോലി, കെട്ടി തന്നെ വട്ടാവുന്നു. കണ്ടോ, എൻ്റെ വെണ്ടയ്ക്കുണ്ട്, ഇതിലൊക്കെ ഇഷ്ടംപോലെ വെണ്ടയ്ക്ക. ഒരു ചീര ഉണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതാണ്. അവനിങ്ങനെ ഒരു 4 അടി പൊക്കത്തിന് മുകളിലങ്ങ് കയറി, 4 അടി പൊക്കമായി. എൻ്റെ വെണ്ടയ്ക്കുണ്ട്, കണ്ടമനം വെണ്ടയ്ക്ക പിടിക്കുന്നുണ്ട്, കണ്ടമനം വെണ്ടയ്ക്ക. ഇതുണ്ട്, ഇതിലൊക്കെ മറിഞ്ഞ് കിടക്കുന്നതിനകത്തൊക്കെ നിൽക്കുന്ന വെണ്ടയ്ക്ക ഉണ്ട്. ദിവസം നമുക്ക് വെണ്ടയ്ക്ക അടക്കാൻ പറ്റും. ഒരു 5 മൂട് വെച്ചാൽ 5 മൂട് വേണമെന്നില്ല ഒരു വീട്ടിലേക്ക്. ഇതിപ്പോൾ ചീര ഉണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ചീരയാണ്. അവൻ്റെ വളർച്ച ഭയങ്കര വളർച്ചയാണ്. അത് ഈ വെണ്ടയുടെ ഇടയാണ്ടായിരിക്കും ഇത്രയും വളർന്നു വരുന്നത്. ഇതുണ്ടോ, ഇങ്ങനെ ഇതിൽ നമ്മൾ 2 കാ അടത്തിട്ടുണ്ട്. 2 കാ അടത്തിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ദിവസം ഇങ്ങനെ അടക്കാൻ വേണ്ടത്. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ഇല ഭയങ്കര വീതി കൂടുതലായതുകൊണ്ട്, കനം കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് മറിയും. അപ്പോൾ നമ്മൾ നടുന്ന സമയത്ത് തന്നെ നല്ല കമ്പോള് കുത്തു കൊടുത്ത് നടണം. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. ഞാൻ പണിക്ക് പോയിട്ട് വന്ന് ഇതൊക്കെ ചെയ്യുന്നത്, സമയം കിട്ടുന്നില്ല. പിന്നെ എൻ്റെ പയറൊക്കെ വെച്ചിട്ടുണ്ട്. മഴ പെയ്ത് കംപ്ലീറ്റ് അത് പോയി. ഇനി മഴ കഴിയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും മഴയല്ലേ, മഴ ഭയങ്കര മഴയാണ്. മഴ മാറാതെ ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് അതിനകത്തൊക്കെ വെണ്ടയുടെ ഇതാണ്. ഇപ്പോൾ ഒരു അടക്കാണെങ്കിൽ 2 കിലോ വെണ്ടയ്ക്ക അടയ്ക്കാം. 2 കിലോയ്ക്ക് മുകളിൽ വെണ്ടയ്ക്ക അടയ്ക്കാൻ പറ്റും. അത്രയ്ക്ക് വെണ്ടയ്ക്ക ഉണ്ട്. പൂവും കായുമായിട്ടൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ചെറിയ മൂടിനൊരിത്തിരി കനമുണ്ടായാൽ മതി. കനം ഉണ്ടായി കഴിഞ്ഞാൽ നല്ല വെണ്ടയ്ക്ക കിട്ടും. കനം കുറഞ്ഞു കഴിഞ്ഞാൽ വലിയ വെണ്ടയ്ക്ക കിട്ടത്തില്ല. ഇതിൻ്റെ മൂടിന് കനമാണ് ആവശ്യം. കനം ഉണ്ടെങ്കിൽ കണ്ടോ, വെണ്ടയ്ക്കയുടെ നീളം കണ്ടോ, അപ്പുറത്തൊക്കെ ഉണ്ട് വെണ്ടയ്ക്ക. ഇതിങ്ങനെ